ആരാ ആരാ എന്നെ ഇവിടെ കൊണ്ട് കെട്ടിയിട്ട്? സംസാരിക്കാനും പറ്റുന്നില്ല. അയ്യോ, ആരാണ് എന്റെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചേ? ആരോടോ? എന്നെ ആരെങ്കിലും രക്ഷിക്കണേ. ഇനിയെങ്കിലും സ്വഭാവം മാറ്റിയ ജീവനെങ്കിലും തിരിച്ചു കിട്ടും. അല്ലെങ്കിൽ നിനക്ക് നരകത്തിലേക്ക് പോകാനുള്ള അവസരം ഞാൻ ഒരുക്കും. ദിവസം കഴിഞ്ഞിരിക്കുന്നു. ചെടി നട്ടോ ചേട്ടാ? ഈ തുളസി ചെടി അച്ഛന്റെ പ്രതിരൂപമല്ലേ എന്തു? ഈ കുടുംബത്തിലെല്ലാവരും ഒരുമയോടും സന്തോഷത്തോടും ജീവിക്കണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചത്. ആ സ്വപ്നം നിറവേറിയാൽ മാത്രമേ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടൂ. അപ്പൊ ഈ ചെടി തളിരിടുകയും ചെയ്യും. അതൊക്കെ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിന്റെ അച്ഛൻ കണ്ട സ്വപ്നങ്ങൾ എന്തെങ്കിലും ഒരിക്കൽ നിറവേറുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നമ്മുടെ വംശം തലമുറകളോളം വളർന്ന് പന്തലിക്കണമെന്ന് ദാസേട്ടൻ ആഗ്രഹിച്ചത്. ഈ തലമുറയ്ക്ക് എന്ത് സംഭവിച്ചെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിരിക്കില്ലേ? ഇനി എവിടുന്ന സ്വപ്നം നിറവേറാന്? ഉറപ്പായി നിറവേറും കൗസല്യേ. നമ്മുടെ വംശത്തിന്റെ നേരെ ചോദ്യമുയർത്തിയവർക്കെല്ലാം തൂക്കുകയറി സമ്മാനിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒന്നുകിൽ അവരുടെ സ്വഭാവം ഇതോടെ മാറണം, അല്ലെങ്കിൽ അവർ മരിക്കണം. രണ്ടിലേതെങ്കിലും ഒന്ന് ഇന്ന് നടക്കും. എന്റെ സ്വപ്നവും ഇന്ന് നിറവേറും. നമ്മൾ സത്യമാണെന്ന് വിശ്വസിക്കുന്നതെല്ലാം ഒരു മായയായിരുന്നു എന്ന് പെട്ടെന്ന് തന്നെ തെളിയുകയാണമ്മേ. ഈ ചെടിയിലേക്ക് എത്തുന്ന ഓരോ തുള്ളി വെള്ളവും വീട്ടിലുള്ള ദോഷങ്ങളെ അകറ്റാനുള്ളതായിരിക്കും. ഈ ചെടി തളിരിടുന്ന സമയത്ത് എല്ലാവരുടെയും മനസ്സിൽ സന്തോഷത്തിന്റെ വിത്ത് മുളയ്ക്കും. അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ദേവട്ടാ, ഞാൻ ചെന്ന് വെള്ളം എടുത്തിട്ട് വരാം. സുഹാസിനി ചെറിയമ്മയുടെ കാലാണല്ലോ. ഇവരെന്തിനാ തൂങ്ങിച്ചാവാൻ പോകുന്നേ? ഏയ്, അവരും മറ്റുള്ളവരെ കൊല്ലുള്ളൂ. എനിക്ക് വെറുതെ തോന്നിയതോ. അത് സത്യമായാൽ മതിയായിരുന്നു. വീട്ടിൽ പിടിച്ച ശനി മാറി കിട്ടിയാൽ.
ദീർഘായുഷ്മാൻ ഭവ. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ആരെങ്കിലും വന്നെന്നെ രക്ഷിക്കണേ, രക്ഷിക്കണേ. വിരലുകൾ ഒടുവിൽ ശമിക്കുവാൻ ഒടുവിലായകത്തെ ഇതാരീ ഫോൺ ചെയ്ത് വെച്ച് കണികയിൽ നിന്റെ ഈ ശബ്ദത്തിൽ ഞാൻ പറയുന്നൊന്നും പുറത്ത് കേക്ക് പോലുമില്ല. മരിക്കലേ വഴിയുള്ളായിരിക്കും. ഇത് ഞാൻ തന്നെ ആയിരിക്കും ഓൺ ചെയ്തത്. എന്തൊരു കഷ്ടമാണെന്ന് പറ. വൈദേഹിയുടെ വയറ്റിൽ കിടക്കുന്ന ചെകുത്താനെ കൊല്ലാൻ നോക്കിയിട്ട് ഇപ്പൊ ഞാൻ തന്നെ പോകേണ്ട അവസ്ഥയാണല്ലോ. കസേരയും കറക്കിക്കൊണ്ട് എപ്പോഴും ഇവിടെ കറങ്ങി നടക്കുന്ന മനുഷ്യനും അവിടെ പോയി. ഒന്നിങ്ങോട്ട് വാ മനുഷ്യ. ഇന്നത്തോടെ എന്റെ കഥ കഴിയുമെന്നാ തോന്നുന്ന. രക്ഷിക്കണേ, ഹെൽപ്പ് ഹെൽപ്പ്. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. രക്ഷപ്പെടണം, പ്ലീസ് പ്ലീസ് പ്ലീസ്. ആരെങ്കിലും രക്ഷപ്പെടുത്തണേ. എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. അധരമാം ചുംബനത്തിൻ്റെ മുറിവു നിൻ മധുര നാമജപത്തിനാൽ കൂടുവാൻ പ്രണയമേ നിന്നിലെ ഊർമിള എന്തായി കാണിച്ചത്? ഊർമിളെ, ദേവ, വിനയ. ഊർമിളെ, 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 എന്തായി കാണിച്ചത്? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? ഊർമിളെ, 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 ഊർമിളെ. ഊർമിളെ, 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 ദേവ, അമ്മേ, വിനയ, ഊർമിളെ, 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 അമ്മ, ദേവ, ഓടിവാ. ഊർമിളെ, ഞാൻ ചുമ്മാ ഒരു വാക്ക് പറഞ്ഞു എന്ന് കരുതി നീ എന്തിനാ ഈ കടുങ്കൈ ചെയ്ത്? എഴുന്നേക്ക് ഊർമിളെ. എടാ ദേവ, ഒന്ന് ഓടി വരണേ. എന്ത് പറ്റി? കണ്ണു തുറക്കും ഊർമിളെ. അമ്മേ, ഊർമിള. എന്ത് പറ്റി മോളെ? എന്റെ മോളേത് ഊർമിളെ, മോളെ ഊർമിള. എന്തിനാ ഇങ്ങനെ? എടുത്തി ഊർമിളെ,
ഇതെന്താ കയറൊക്കെ? എന്താ ഉണ്ടായേ? അറിയില്ല എന്തു അമ്മേ, അകത്ത് കയറി വന്നപ്പോ തൂങ്ങി നിൽക്കുമായിരുന്നു ഇവള്. രക്ഷിക്കാൻ ഞാൻ ആവും വിധം നോക്കിയതാ, പക്ഷെ കണ്ണ് തുറക്കുന്നില്ല എന്തു അമ്മേ. അയ്യോ ഊർമിളെ, 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 ഊർമിളെ. ഊർമിള എടുത്തി എടുത്തി ഊർമിളെ, എഴുന്നേക്ക് ഊർമിളെ. ചെന്ന് കുറച്ച് വെള്ളം എടുത്തോ. ഊർമിളെ, 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 എടുത്തി ഊർമിളെ. വിനയ അത് പെട്ടെന്ന് കൊണ്ടുപോടാ. എഴുതി ഊർമിളെ, ഊർമിളെ, ഊർമിളെ. ഊർമിളെ, ഇതാ വെള്ളം. ഊർമിളെ, ഊർമിളെ, ഊർമിളെ. ഊർമിളെ, ഊർമിളെ, ഊർമിള എടുത്തി. അയ്യോ ഊർമിള. ഊർമിള. ദേവേട്ട അളിച്ചുണ്ട്. ദേവേട്ട ചേച്ചിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. വേഗം എടുക്ക. ഒന്നുമില്ലല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട് ഊർമിളെ? എന്റെ മോളെ കാണിച്ചത് എങ്ങനെ തോന്നി നിനക്ക് ഇതൊക്കെ ചെയ്യാൻ? മരണം മുന്നിൽ എത്തിയാല് ചെയ്ത തെറ്റ് മനസ്സിലാവുമെന്ന് ഞാൻ പറഞ്ഞു എന്ന് കരുതി ഇങ്ങനെ ഒരു കടുങ്ക ചെയ്യണോ? അത്രയ്ക്ക് പശ്ചാത്തപിക്കുന്ന ജന്മമല്ല ഇവള്. ഇതെന്റെ പണിയായിരുന്നടാ. ഇനിയെങ്കിലും അവളുടെ സ്വഭാവം മാറും നോക്കട്ടെ. എന്തിനാ നീ ഇങ്ങനെ ഒരു അവിവേകം കാണിച്ചത്? സമയത്തിന് അജയം വന്ന് രക്ഷിച്ചുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി. അല്ലെങ്കിൽ എന്തായനെ മോളെ? അതിരിക്കട്ടെ അജയ, നീ ഇങ്ങനെ ഇവളെ താഴെ ഇറക്കി?
കുഞ്ഞനിയനിങ് എത്തുമ്പോ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പോലും നിങ്ങൾക്ക് ആ കസേരയിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ലല്ലോ. അടുത്ത ജന്മത്തിൽ എന്റെ ഭർത്താവ് ഒരു പറവയായി ജനിച്ചാൽ അതൊരു വലിയ ഭാഗ്യമായിരിക്കും. ഇപ്പോഴും ഞാൻ നിങ്ങളെ പരിചരിച്ചുകൊണ്ടിരിക്കണോ? അങ്ങോട്ട് പോവാൻ നോക്ക്. എന്താ നോക്കിയിരിക്കുന്ന? പോവിടുന്ന്. എന്റെ കാല് ശരിയായി. എന്റെ കാല് ശരിയായി. എന്റെ മോനെ, എന്റെ കാല് ശരിയായി അമ്മ. എന്റെ കാല് ശരിയായി അമ്മേ. ഇന്നത് കാണാൻ നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ദാസേട്ടൻ എത്രമാത്രം സന്തോഷിച്ചേനെ. ചേട്ടാ, ആ ചേട്ടനെ ഇങ്ങനെ കാണുമ്പോ എനിക്ക് എന്തുമാത്രം സന്തോഷമുണ്ടെന്നറിയോ? ഐ എം സോ ഹാപ്പി. മോനെ അജയ, ഇത് സത്യമാണോ സ്വപ്നമാണോ? ഇങ്ങനെ ഒരു ദിവസം കാണാൻ വേണ്ടി ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചെന്നോ. എങ്ങനെയാണോ നിന്റെ കാല് ശരിയായത്? എനിക്കറിയില്ല എന്തോമ്മേ. ഊർമിളെ രക്ഷിക്കണം എന്റെ മനസ്സിലുണ്ടായിരുന്നു. വിളിച്ചിട്ട് ആരും വന്നില്ല. കൺമുമ്പിൽ ഊർമിള തൂങ്ങിക്കിടക്കുന്ന കണ്ടപ്പോ സഹിക്കാൻ പറ്റാതെ എന്തൊക്കെയോ ചെയ്തു. അത്ര തന്നെ എഴുന്നേറ്റ് നിന്നു. ഇത് ശരിക്കും ഒരു മിറാക്കിൾ തന്നെയാ ചേട്ടാ. നമ്മുടെ അച്ഛനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എത്രമാത്രം സന്തോഷായനെ. അജേട്ടാ, നമ്മുടെ കുടുംബത്തിൽ വീണ്ടും നല്ല കാലം വന്നിരിക്ക. അതിന്റെ ശുഭ സൂചനയായത്. ഇനിയെല്ലാം നല്ലതേ നടക്കൂ. ശരിയാണ് വൈദേഹി. ഊർമിളയ്ക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ആ പഴി നിന്റെ കുഞ്ഞിന്റെ മേലെ ആയനെ. അങ്ങനെ ഉണ്ടാവാതിരിക്കുന്ന ദൈവം എന്റെ കാലിന് ശേഷിയെന്ന് ഊർമിളെ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞത്. എന്ത് കാരണമായാലെന്താ, നിന്റെ കാല് ശരിയായില്ലേ? അത് മതിയല്ലോ. ദാസേട്ടൻ ഇല്ലാതെ പോയില്ല ഈശ്വര. ദാസേട്ടന് ഇത് കാണാൻ ഭാഗ്യമുണ്ടായില്ല. ഞാനിവിടെ തന്നെ ഉണ്ട് കൗസല്യേ. നിങ്ങളെല്ലാം സന്തോഷിക്കുന്നത് കാണാൻ ഞാനിവിടെ ഉണ്ടാകാതിരിക്കുവോ? ഊർമിളെ, എന്തിനു വേണ്ടി നീ ഇങ്ങനൊരു സാഹസം കാണിച്ച്? ഞാൻ ആരാണെന്നും ആരുടെ മരണമാണ് ആഗ്രഹിക്കുന്നതെന്നും ആ കാലന് പോലും അറിയാം. എനിക്കൊന്നും അറിയില്ല അമ്മേ. ഞാൻ എൻ്റെ മുറിയിൽ കട്ടിലിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ എന്താ നടന്നതെന്നറിയില്ല. പിന്നെ നോക്കുമ്പോഴേക്കും ഞാൻ കയറി തൂങ്ങുകയായിരുന്നു അമ്മേ. എഴുതി അറിയാതെ ആരെ എഴുതി കയറി തൂക്കിയേ? ചേടാ, എനിക്കറിയില്ലെന്നല്ലേ പറഞ്ഞ്. ദേവട്ടാ, താഴെ സുവാസിനി ചെറിയമേൻ തൂങ്ങിച്ചാകാൻ പോവാ. നീ എന്തൊക്കെയാ വിനയെ പറയുന്നേ? സത്യോ ദേവട്ടാ, ഞാൻ കണ്ടതായിരുന്നു. എനിക്ക് തോന്നിയതാവുന്ന ഞാൻ കരുതിയേ. എന്താ വിനയ ഇത്? നോക്കി നിൽക്കാതെ അങ്ങോട്ട് ചെല്ലാം. വാ. എന്താ ഇവിടെ നടക്കുന്നത്? സുഹാസിന് ചെറിയമ്മയും കയറി തൂങ്ങിയത് എന്തിനായിരിക്കും? ചെറിയമ്മയ്ക്കും എനിക്കുണ്ടായ പോലത്തെ സംഭവം തന്നെയാണോ? എന്തിനാ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്?
ഇത്രയും കാലം ഈ വീട്ടിൽ കാല് കുത്താതിരുന്നതാ. ഇപ്പൊ മല മറിക്കാന്ന് കരുതി വന്നപ്പോ ഇങ്ങനെ തൂങ്ങി ചാവാനാണോ ഈശ്വര വിധി? എടാ വരുണേ, എന്തിനാടാ എന്നെ തനിച്ചാക്കി പോയേ? അന്ന് നിന്റെ അമ്മയെ ഒന്ന് രക്ഷിക്കടാ. നിന്റെ അമ്മ മരിച്ചുകൊണ്ടിരിക്കടാ. എത്ര നേരമായി ആരെയും മേലെ കാണാനില്ലല്ലോ. അമ്മേ, എവിടെ അമ്മേ? വാതിലടച്ചിട്ടോണ്ട് ഭഗവാന്റെ ശ്ലോകം കേട്ടോണ്ടിരിക്കുവാണോ? ഇപ്പൊ ഞാൻ മരിച്ച എന്റെ ശവത്തിന്റെ മുമ്പിൽ ഈ ശ്ലോകമായിരിക്കും. അതിനു മുമ്പ് എന്നെ ഒന്ന് രക്ഷിക്ക്. മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ എന്തൊരു ശല്യം ഈ ശബ്ദം. ചെറിയമ്മേ, സുഹാസിനി, ചെറിയമ്മേ, സുഹാസിനി. വാതിൽ തുറക്ക്. ചെറിയമ്മേ, ചെറിയമ്മേ, വാതിൽ തുറക്കാൻ. ചെറിയമ്മേ, ഡോർ തുറക്കാൻ. ചെറിയമ്മേ, ഞാനിവിടെ ഉണ്ട് ദേവാ, വാതിൽ തുറക്ക്. എന്നെ ഇവിടെ കയറിൽ കുരുക്കിയിട്ടിരിക്കുക. ഒന്ന് വേഗം അകത്തേക്ക് വാ. ചെറിയമ്മേ, സുഹാസിനി, ചെറിയമ്മേ, വാതിൽ തുറക്ക്, അതെ ചെറിയമ്മേ, സുഹാസിനി. വാതിൽ തുറക്ക്. ചെറിയമ്മേ, വാതിൽ തുറക്ക്. ചെറിയമ്മേ, ചെറിയമ്മേ, വാതിൽ തുറക്ക്. സുഹാസിനി. പെട്ടെന്ന് വാതിലൊന്ന് തുറക്ക്.